ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡെവിൽ സോറോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുള്ളത് ഡെവിൽ സോറോയുടെ വെർഷൻ 2 ഇഞ്ചക്ടറാണ്. സോ പാനൽ ഇഞ്ചക്ടറാണ്. സോ വെർഷൻ 1 യൂസ് ചെയ്തവർക്ക് അറിയാൻ സാധിക്കും, വെർഷൻ 2 ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു പുതിയ ലുക്ക്, ന്യൂ സ്റ്റൈൽ കൊണ്ടെന്നാണ്. പക്ഷേ ഇത് കുറച്ച് ബോറായ പോലെ തന്നെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. കുറച്ച് ബോറായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ വെർഷൻ 2ൻ്റെ വെർഷൻ 3 ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഔട്ട്ലുക്ക് മാറ്റിയിട്ട് ഒരു കിടിലാക്കി കൊണ്ടുവരാൻ തോന്നാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ്. സോ സംഭവം വർക്കിംഗ് ഒക്കെ ആണ്, വർക്കിംഗ് ആവാത്ത ഇഷ്യൂ ഒന്നുമില്ല, ഫുള്ളി വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ഐഡി യൂസ് ചെയ്തിട്ട് മെയിൻ അക്കൗണ്ട് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേപോലത്തെ ഒരു പാനൽ ഇഞ്ചക്ടർ, ഓക്കെ, ഇതൊക്കെ ഒരു ബ്രൂട്ടൽ ഇഞ്ചക്ടറാണ്. സോ ഈ ഒരു ഫയൽ നിങ്ങൾ എന്താ സെക്കൻഡ് ഐഡി യൂസ് ചെയ്തിട്ട് മെയിൻ അക്കൗണ്ടിൽ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടും പുഷ് ആവും, നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് സേഫും ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ബാങ്ക് കിട്ടി ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ പോണ പ്രശ്നം ഉണ്ടാവില്ല. മെയിൻ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് സേഫ് ആക്കി നടക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഫയലാണ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്താ ഞാൻ ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ്, ഓക്കെ, അത് ഈ വീഡിയോയുടെ ഇടയിൽ ഉണ്ടാവും. അത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാതെ ഒരുപാട് പേര് യൂസർ നെയിം എന്താ പാസ്വേഡ് എന്താ ചോദിക്കുന്നുണ്ട്. സോ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്നത് അവർ ഈ വീഡിയോ മുഴുവനും വാച്ച് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ ഈ വീഡിയോ മുഴുവനും വാച്ച് ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഡ്രാഗ് ഹെഡ് ഷോട്ട്, ബോഡി ഹെഡ് ഷോട്ട്, മാജിക് ബുള്ളറ്റ്, പിന്നെ ആൻറ്റി ബൈപ്പാസ് പറഞ്ഞ ബൈപ്പാസ് സീറ്റ്, അതായത് എല്ലാ റിപ്പോർട്ടുകളും ഒഴിവാക്കാനുള്ള സാധനമാണ്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഹോളോഗ്രാം, ഇപ്രാവശ്യം നമ്മുടെ ഹോളോഗ്രാം വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഹോളോഗ്രാമിന് വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഹോളോഗ്രാം ഞാൻ പറയണത്, നിങ്ങൾ ഈ വീഡിയോ കാണാത്തവർ ഹോളോഗ്രാം ചെയ്യുമ്പോൾ സെറ്റപ്പ് തെറ്റിക്കും. സോ സെറ്റപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹോളോഗ്രാമിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഹോളോഗ്രാം ഓണാക്കുക. ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓണാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പാനൽ ക്ലോസ് ചെയ്ത് ഒഴിവാക്കാം. ഹോളോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഹോളോഗ്രാമിൻ്റെ ബട്ടൺ ഓഫ് ആക്കിയിട്ട് ആ പാനൽ ക്ലോസ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് എന്തൊക്കെ വീണ്ടും പാനൽ ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ മറ്റേ കളക്ഷൻ പാക്ക് ഡൗൺലോഡ് ആക്കി ഉറപ്പ് വരുത്തതൊക്കെ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിത് ഈ വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യണത് നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെറ്റ് വീഡിയോ ഒക്കെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇതിൻ്റെ വെർഷൻ 3 26-ാം തീയതിക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ 26-ാം തീയതി ആയിരിക്കും വരിക. കാരണം എനിക്കൊരു എക്സാം ഉണ്ട്. സോ അന്ന് എനിക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കുറച്ച് ഡിലേ ആവുന്നത്. സോ 26-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വെർഷൻ 3 വരാം. സോ അപ്പോൾ ഈ ഒരു പാനലിൻ്റെ എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.